ദൈവത്തിന്റെ ശക്തിക്ക് നമ്മൾ പരിമിതി കൊടുക്കരുത്. ഇന്ന സ്ഥലത്തും ഇന്ന ഏരിയയിലും ഇന്ന സമയത്തോ ഒന്നുമില്ല. പരിശുദ്ധ അമ്മ പറഞ്ഞു, ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വചനം പോലെ എന്നിൽ സംഭവിക്കട്ടെ. പറഞ്ഞപ്പോൾ തന്നെ എന്താ സംഭവിച്ചേ? അമ്മയുടെ ഉദരത്തിൽ രക്ഷകൻ പിറക്കാനുള്ള സാഹചര്യമായി. അത്ഭുതം നടന്നു. ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ അത്ഭുതം അമ്മയുടെ ഉദരത്തിൽ നടന്നു. വചനം മാംസമായി. അൽത്താരയിൽ നടക്കുന്ന അത്ഭുതമാണ് അമ്മയുടെ ഉദരത്തിൽ സംഭവിച്ചത്. കർത്താവ് കരങ്ങളിൽ എടുത്തിട്ട് ഇതെന്റെ ശരീരമാണ്, ഇതെന്റെ രക്തമാണെന്ന് പറയുമ്പോൾ അപ്പവും വീഞ്ഞും കർത്താവിന്റെ ശരീരവും രക്തവുമായി മാറ്റപ്പെടുന്നത് പോലെ അമ്മയുടെ ഉദരത്തിൽ അൽത്താരയിൽ നടക്കുന്ന അത്ഭുതം നടന്നു. വചനം മാംസമായി. ഒറ്റ കാര്യം അമ്മ ചെയ്തുള്ളൂ. ദൂതൻ പറഞ്ഞപ്പോ അമ്മ പറഞ്ഞു, ഇതാ കർത്താവിന്റെ ദാസി, ഈ വചനം എന്നിൽ സംഭവിക്കട്ടെ എന്ന് വിശ്വാസത്തിൽ പറഞ്ഞു. അത് കണ്ണുകൾ കൊണ്ട് കാണാൻ എനിക്ക് പറ്റും. മക്കളെ, നമ്മൾ വിശ്വാസത്തിൽ കാണുന്നത് കർത്താവ് നമ്മുടെ കണ്ണുകൾ കൊണ്ട് കാണാൻ ദൈവം ഇടപെടുത്തും. കാരണം നമുക്കൊരു ദൈവമുണ്ട്, ജീവനുള്ള ദൈവം, ജീവിക്കുന്ന ദൈവം. ആ കർത്താവ് പറഞ്ഞു, ഞാൻ മരിച്ചവരുടെ ഇല്ല, ജീവിക്കുന്നവരുടെ ദൈവമാണ്. നമ്മുടെ കർത്താവിന് അത്ഭുതങ്ങൾ ചെയ്യാൻ പറ്റും. നമ്മുടെ ദൈവം അത്ഭുതങ്ങളുടെ രാജാവാണ്. അതുകൊണ്ട് മക്കളെ, വിശ്വസിച്ചേറ്റെടുക്കുക. ഓരോ നിമിഷവും വചനം കേൾക്കുമ്പോഴൊക്കെ നിങ്ങൾ വിശ്വസിച്ച് ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക. വരും നാളുകളിൽ ഈ കേട്ടതും ഈ വിശ്വസിച്ചത്